എമ്പുരാൻ പ്രദർശനം തടയണമെന്ന ബി.ജെ.പി. നേതാവിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. ഹർജിക്കാരന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ടെന്നും അനാവശ്യ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ഹർജിയെന്ന് വിമർശനമുയർത്തിയുമാണ് പ്രദർശനം തടയണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയത്. സായികുമാറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സായികുമാർ, എമ്പുരാനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദം കനക്കുകയാണ്. ഓർഗനൈസർ തുടർച്ചയായിട്ട് ലേഖനങ്ങൾ എഴുതുന്നു, അതിനോടുള്ള പ്രതികരണങ്ങൾ വരുന്നു. പ്രത്യക്ഷ സമ്മർദ്ദമൊന്നും ചെലുത്തിയിട്ടില്ല എന്ന് ബി.ജെ.പി. പറയുമ്പോഴും സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തെ കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഈ ദിനത്തിൽ നിന്നും നമ്മൾ കണ്ടത്. 24 വെട്ടേറ്റിട്ടും എമ്പുരാൻ രാഷ്ട്രീയമായി മുറികൂടുകയാണല്ലോ അല്ലേ? ഡോക്ടർ അരുൺകുമാർ, എമ്പുരാൻ സിനിമ റിലീസ് ചെയ്തിപ്പോൾ തുടർച്ചയായി 4-ാം ദിവസവും ഓർഗനൈസറിൽ RSS മുഖപത്രമായ ഓർഗനൈസറിൽ നിശിതമായിട്ടുള്ള വിമർശനമാണ് എമ്പുരാൻ സിനിമയ്ക്കെതിരെയും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കെതിരെയും ഒക്കെ ഉണ്ടാകുന്നത്. ഇത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചിത്രമാണ് എന്നാണ് ഇന്ന് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനം. വർഗീയ സംഘർഷങ്ങൾ ആളിക്കത്തിക്കുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ എന്ന് വിമർശിക്കുന്നു. ഹിന്ദുക്കളെ കുറ്റവാളികളായും മുസ്ലിങ്ങളെ ഇരകളായും ചിത്രീകരിക്കുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ എന്ന രീതിയിലാണ് ആ വിമർശനം പോകുന്നത്. ദുരന്തങ്ങളുടെ രാജാവായി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ചിത്രീകരിക്കുന്നു. ദേശീയ അന്വേഷണ ഏജൻസികളെ അപകീർത്തിപ്പെടുത്തുന്നു എന്നുള്ള കുറ്റപ്പെടുത്തൽ കൂടിയുണ്ട്. അതോടൊപ്പം ഒരു ന്യായീകരണം കൂടി ഓർഗനൈസർ ഇതിൽ പറയുന്നുണ്ട്. യഥാർത്ഥ സംഭവങ്ങളെ ധീരമായി അവതരിപ്പിച്ച ചിത്രങ്ങളാണ് കശ്മീർ ഫയൽസും കേരള സ്റ്റോറീസും എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ഇന്ന് പുറത്തു വന്ന ലേഖനത്തിൽ. അതായത് സിനിമയുടെ അണിയറ പ്രവർത്തകർ പരസ്യമായി ഖേദപ്രകടനം നടത്തിയിട്ടും അതിൽ ചില ഭാഗങ്ങൾ വെട്ടിമാറ്റിയിട്ടും ഓർഗനൈസർ അവർ ഉന്നയിക്കുന്ന വിമർശനങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഇന്ന് വന്ന ലേഖനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതോടൊപ്പം ഇന്ന് തൃശ്ശൂരിലെ ഒരു ബി.ജെ.പിയുടെ പ്രാദേശിക നേതാവ് സിനിമയുടെ പ്രദർശനം തടയണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അത് ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹർജിയാണ് എന്ന് പറഞ്ഞത് തള്ളുകയാണ് ഉണ്ടായത്. അതോടൊപ്പം അതിൽ സർക്കാരും കൃത്യമായിട്ടുള്ള നിലപാടെടുക്കുകയും ചെയ്തു. എന്തായാലും ആ ഹർജി നൽകിയ നേതാവിനെതിരെ ബി.ജെ.പി. നടപടിയെടുത്തിട്ടുണ്ട്. അത് പാർട്ടി നയത്തിനെതിരാണ് എന്നാണ് ബി.ജെ.പി. ആ നടപടിക്കുള്ള കാരണമായി പറയുന്നത്. ശരി, സായികുമാറാണ് വിവരങ്ങൾ നൽകിയത്. 24 വെട്ടേറ്റിട്ടും എമ്പുരാൻ രാഷ്ട്രീയമായ വിവാദങ്ങൾ തുടരുകയാണ്.